അല്ല, എനിക്ക് സുഖമാണ് എന്നെപ്പോഴും പറയുന്ന ഒരാളെ നിങ്ങൾ എപ്പോഴെങ്കിലും കണ്ടുമുട്ടിയിരിക്കാം. പാർട്ടിയുണ്ടാകുമ്പോഴെല്ലാം സമ്മർദ്ദമില്ലാതെ പ്ലാനുകൾ റദ്ദാക്കുന്ന, ഗ്രൂപ്പ് ചാറ്റിൽ നിങ്ങൾ മുന്നോട്ടു പോകൂ, ഞാൻ വീട്ടിൽ തന്നെ ഇരിക്കാം എന്ന് പറയുമ്പോൾ ഒന്നും തോന്നാത്ത ആൾ. രസകരമായ കാര്യം, അവൻ ദുഃഖിതനല്ല, അയാൾക്ക് ബോറടിക്കുന്നില്ല, അയാൾക്കൊട്ടും ഏകാന്തതയില്ല, അയാൾ യഥാർത്ഥത്തിൽ അതിൽ സന്തോഷവാനായി കാണപ്പെടുന്നു. ചുറ്റുമുള്ള ആളുകൾ ആശയക്കുഴപ്പത്തിലാകുന്നു. ബ്രോ, അവന് കുഴപ്പമൊന്നുമില്ലല്ലോ, അവന് നമ്മളെ വെറുപ്പാണോ, അവന് സാമൂഹിക വിരുദ്ധനാണോ, അവന് ബോറടിക്കുന്നുണ്ടോ, പഠിക്കേണ്ട ഒരുതരം നിഗൂഢ ജീവിയാണെന്ന് അവർ അവന് എല്ലാത്തരം ലേബലുകളും നൽകുന്നു. പക്ഷേ ഇതാണ് കാര്യം, വീട്ടിലിരിക്കാൻ ശരിക്കും ഇഷ്ടപ്പെടുന്ന പുരുഷന്മാർക്ക് പിന്നിൽ മനഃശാസ്ത്രപരമായ സത്യങ്ങളുണ്ട്. നിങ്ങളവനെ മനസ്സിലാക്കിക്കഴിഞ്ഞാൽ അത് യഥാർത്ഥത്തിൽ അർത്ഥവത്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കും. സത്യം പറഞ്ഞാൽ ഈ സത്യങ്ങളിൽ ചിലത് നിങ്ങളെ അത്ഭുതപ്പെടുത്തിയേക്കാം. അതിനാൽ ഒരു പാനീയം കുടിക്കുക, സുഖമായിരിക്കുക. പക്ഷേ ഒരുപക്ഷേ ഈ വീഡിയോ നിങ്ങളെയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആഴത്തിലുള്ള തലത്തിൽ താൽപ്പര്യമുള്ള ഒരാളെയോ മനസ്സിലാക്കാൻ സഹായിച്ചേക്കാം. നമുക്കതിലേക്ക് കടക്കാം. ചില പുരുഷന്മാർ വീട്ടിൽ തന്നെ ഇരിക്കാൻ ഇഷ്ടപ്പെടുന്നത് കാരണം വീട് അവരുടെ വീട് മാത്രമല്ല, അതവരുടെ സുരക്ഷിത സ്ഥലമാണ്. ഞാൻ നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യുന്നു, ഇതവരെ ദുർബലരോ വിചിത്രരോ ആക്കുന്നില്ല. ഇത് യഥാർത്ഥത്തിൽ അവരെ മിക്ക ആളുകളെക്കാളും സ്വയം അവബോധമുള്ളവരാക്കുന്നു. ഞാൻ വിശദീകരിക്കാം. ഒറ്റയ്ക്കിരിക്കുന്നതിനും ഏകാന്തത അനുഭവിക്കുന്നതിനുമിടയിൽ വലിയ വ്യത്യാസമുണ്ട്. മിക്ക ആളുകൾക്കും വ്യത്യാസമറിയില്ല. ഒരു മനുഷ്യൻ ഏകാന്തത അനുഭവിക്കുമ്പോൾ ഉള്ളിൽ നഷ്ടപ്പെട്ടതായി തോന്നുന്ന എന്തെങ്കിലും അവൻ പുറത്തു തിരയുന്നു. അവൻ എത്തിക്കൊണ്ടേയിരിക്കുന്നു, നീങ്ങുന്നു, ആളുകളെ തിരയുന്നു, സാധൂകരണം, ശ്രദ്ധ, വീണ്ടും പൂർണ്ണത അനുഭവപ്പെടാൻ എന്തെങ്കിലും. എന്നാൽ ഏകാന്തത ആസ്വദിക്കുന്ന ഒരു മനുഷ്യൻ അവൻ ഒന്നിനെയും പിന്തുടരുന്നില്ല, അവൻ ഒന്നിൽ നിന്നും ഓടിപ്പോകുന്നില്ല, അവൻ സ്വയം സുഖകരമാണ്. എന്നെ വിശ്വസിക്കൂ, അത് അപൂർവമാണ്. ഒരു ശനിയാഴ്ച രാത്രിയിൽ അവൻ വീട്ടിലിരിക്കുന്നത് സങ്കൽപ്പിക്കുക. സംഗീതമില്ല, ശബ്ദമില്ല, സമാധാനം മാത്രം. ആളുകൾ താൻ ഒന്നും ചെയ്യുന്നില്ലെന്ന് കരുതുമ്പോൾ അവൻ യഥാർത്ഥത്തിൽ ചിന്തിക്കുന്നു, ജീവിതം പ്രോസസ് ചെയ്യുന്നു, സ്വയം മനസ്സിലാക്കുന്നു, റീചാർജ് ചെയ്യുന്നു. അവന്റെ ലക്ഷ്യങ്ങൾ, ഭയങ്ങൾ, അടുത്ത ഘട്ടങ്ങൾ എന്നിവയെക്കുറിച്ച് അവൻ തന്റെ തലയിൽ പൂർണ്ണമായ സംഭാഷണങ്ങൾ നടത്തുന്നു എന്നതാണ് സത്യം. മിക്ക ആളുകൾക്കും അത് ചെയ്യാൻ കഴിയില്ല. നിശബ്ദത അവരെ ഭയപ്പെടുത്തുന്നു, അതിനാൽ അവർ ശബ്ദത്തിലേക്ക് ഓടുന്നു. എന്നാൽ ഈ മനുഷ്യൻ, അവൻ നിശബ്ദതയിൽ തന്റെ സത്യത്തെ അഭിമുഖീകരിക്കുന്നു. പിന്നെ ഇതിന് മറ്റൊരു വശമുണ്ട്. സമൂഹം എല്ലാവരെയും പ്രകടനം നടത്താൻ, വിജയകരമായി അഭിനയിക്കാൻ, സന്തോഷത്തോടെ അഭിനയിക്കാൻ, സമ്പന്നനായി അഭിനയിക്കാൻ, എല്ലാം പൂർണ്ണമാണെന്ന് നടിക്കാൻ എങ്ങനെ നിരന്തരം സമ്മർദ്ദം ചെലുത്തുന്നുവെന്ന് നിങ്ങൾ ശ്രദ്ധിക്കുന്നുവോ? ജീവിതം ഒരു ഭീമാകാരമായ ഘട്ടമായി മാറിയതുപോലെയാണ്. എല്ലാവരും അഭിനേതാക്കളാണ്, സോഷ്യൽ മീഡിയ പ്രേക്ഷകരാണ്. പക്ഷേ വീട്ടിൽ തന്നെ ഇരിക്കുന്നയാൾ പ്രകടനം പൂർത്തിയാക്കി. അയാൾക്ക് അത് കാണാൻ കഴിയും. ആളുകൾ ലോകം കാണിക്കുന്നതിന്റെ പകുതിയും യഥാർത്ഥമല്ലെന്ന് അവനറിയാം. ആരെങ്കിലും വാടകയ്ക്കെടുത്ത കാറിനടുത്ത് ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്ത് പുതിയ യാത്ര എന്നു പറയും. ആരെങ്കിലും ഒരു സുഹൃത്തിന്റെ അപ്പാർട്ട്മെന്റ് കടം വാങ്ങി അതിനെ അവരുടെ സ്ഥലം എന്നു വിളിക്കും. ആളുകൾ അപരിചിതർക്കായി അഭിനയിക്കുന്നു. പക്ഷേ ഈ മനുഷ്യൻ, അയാൾക്ക് പ്രശ്നമില്ല, അയാൾക്ക് കയ്യടി ആവശ്യമില്ല, അയാൾക്ക് അല്ലാത്തതായി അഭിനയിക്കേണ്ടതില്ല. അതിനാൽ വീട്ടിൽ തന്നെ തുടരുന്നത് എന്നത് ആ ഷോയുടെ ഭാഗമാകാൻ ഞാൻ വിസമ്മതിക്കുന്നു എന്നു പറയാനുള്ള ഒരു മാർഗമായി മാറുന്നു. വീട്ടിൽ തന്നെ തുടരുന്ന പല പുരുഷന്മാരും എപ്പോഴും ഇങ്ങനെയായിരുന്നില്ല. പരിപക്ഷേ അവർ ഒരിക്കൽ പുറത്തുപോകാനും സുഹൃത്തുക്കളുടെ അടുത്തായിരിക്കാനും എല്ലാവരുമായും എല്ലാം ചെയ്യാനും ഇഷ്ടപ്പെട്ടിരുന്നിരിക്കാം. പക്ഷേ കാലക്രമേണ ജീവിതം സംഭവിക്കുന്നു. ആളുകൾ അവരെ ഒറ്റിക്കൊടുക്കുന്നു. അവർ വിശ്വസിച്ച സുഹൃത്തുക്കൾ മാറി. അവർ പരിപാലിച്ച ഒരാൾ അവരെ ആഴത്തിൽ വേദനിപ്പിച്ചു. അവർ സ്വയം വളരെയധികം നൽകി, പകരം അവർക്ക് നിരാശ ലഭിച്ചു. ഒടുവിൽ അവർ തളർന്നു. വീട് ഒരു കെട്ടിടത്തേക്കാൾ കൂടുതലായി. അതൊരു വീണ്ടെടുക്കൽ മുറിയായി. അവരുടെ ഹൃദയത്തിന് ശ്വസിക്കാൻ കഴിയുന്ന ഒരു സ്ഥലമായി. സ്വയം സംരക്ഷിക്കാനോ പുറം നോക്കാനോ ഒന്നും ചെയ്യേണ്ടതില്ലാത്ത ഒരു സ്ഥലം. രോഗശമനം യഥാർത്ഥത്തിൽ സംഭവിക്കുന്ന ഒരു സ്ഥലം. രസകരമായ കാര്യമെന്തെന്നാൽ ആദ്യം അവർ അത് താൽക്കാലികമാണെന്ന് കരുതുന്നു. ഞാൻ കുറച്ചുനേരം വീട്ടിൽ തന്നെ ഇരിക്കും, എനിക്ക് വിശ്രമം മതി. പിന്നീട് പെട്ടെന്ന് മാസങ്ങൾ കടന്നുപോകുമ്പോൾ അവർ മനസ്സിലാക്കുന്നു, കാത്തിരിക്കൂ, ഈ കലാസൃഷ്ടി അതിശയകരമായി തോന്നുന്നു. സത്യം പറഞ്ഞാൽ സമാധാനം ഏറ്റവും മികച്ച രീതിയിൽ ആസക്തിയുണ്ടാക്കുന്നു. മറ്റൊരു മനഃശാസ്ത്രപരമായ സത്യം ഇതാണ്. സ്വന്തം സഹവാസം ആസ്വദിക്കുന്ന പുരുഷന്മാർ സാധാരണയായി അവർ കാണുന്നതിനേക്കാൾ കൂടുതൽ സെൻസിറ്റീവും സഹാനുഭൂതിയുമുള്ളവരാണ്. ആളുകൾ തങ്ങൾ തണുത്തവരാണെന്നോ അകലെയാണെന്നോ കരുതുന്നു. പക്ഷേ സത്യം, അവരെല്ലാം ആഴത്തിൽ അനുഭവിക്കുന്നു. ഊർജം, സ്വരത്തിൽ, പെരുമാറ്റത്തിലെ ചെറിയ മാറ്റങ്ങളിൽ നിന്ന് അവർ മനസ്സിലാക്കുന്നു. മിക്ക ആളുകളും അവഗണിക്കുന്ന കാര്യങ്ങൾ അവർ ശ്രദ്ധിക്കുന്നു. ഈ പുരുഷന്മാർ പലപ്പോഴും കുഴപ്പമില്ലാത്ത ഇടങ്ങളെയും കുഴപ്പമില്ലാത്ത ആളുകളെയും ഒഴിവാക്കുന്നു. കാരണം അവർ വളരെയധികം ആഗിരണം ചെയ്യുന്നു. ഉച്ചമുള്ള അന്തരീക്ഷം അവരെ തളർത്തുന്നു. വാദങ്ങൾ അവരെ തളർത്തുന്നു.
വ്യാജമായ പെരുമാറ്റം അവരെ തളർത്തുന്നു. അതുകൊണ്ട് കുഴപ്പങ്ങളെ അതിജീവിക്കാൻ ശ്രമിക്കുന്നതിനു പകരം അവരവരുടെ ഇടത്തിന്റെ ഒരു ഭാഗം തിരഞ്ഞെടുക്കുന്നു. അവരെങ്ങനെ സ്നേഹിക്കുന്നു എന്നതിൽ രസകരമായൊരു കാര്യമുണ്ട്. ഏകാന്തതയെ ആസ്വദിക്കുന്ന പുരുഷന്മാർ അവരുടെ ഹൃദയം എളുപ്പത്തിൽ വിട്ടുകൊടുക്കില്ല. അവർ തിരഞ്ഞെടുക്കുന്നവരാണ്. അവരാരെയാണ് അവരുടെ ലോകത്തേക്ക് കടത്തിവിടുന്നതെന്ന് ശ്രദ്ധാപൂർവം നോക്കുന്നു. അവരുടെ ഹൃദയം ഒരു കമ്മ്യൂണിറ്റി പാർക്കല്ല, അത് സ്വകാര്യ സ്വത്താണ്. നിങ്ങൾ വാതിലിൽ മുട്ടിയതുകൊണ്ട് മാത്രം നിങ്ങൾ അകത്തേക്ക് കടക്കില്ല. എന്നാൽ അവർ സ്നേഹിക്കുമ്പോൾ, ഒടുവിൽ ആരെയെങ്കിലും അകത്തേക്ക് കടത്തിവിടുമ്പോൾ അത് ആഴമുള്ളതാണ്, അത് വിശ്വസ്തമാണ്, അത് യഥാർത്ഥമാണ്. അവർ കളികൾ കളിക്കുന്നില്ല, അവർ അഭിനയിക്കുന്നില്ല, അവർ നിങ്ങളുടെ സമയം പാഴാക്കുന്നില്ല. അവർ സ്വയം നൽകുന്ന അതേ സമാധാനം അവർ നിങ്ങൾക്കും നൽകുന്നു. അവൻ നിങ്ങളെ എപ്പോഴെങ്കിലും തന്റെ വീട്ടിലേക്ക് ക്ഷണിച്ചാൽ, എന്നെ വിശ്വസിക്കൂ, അതിനർത്ഥം എന്തോ ഒന്ന്. അതിനർത്ഥം നിങ്ങൾ വെറുമൊരു വ്യക്തിയല്ല എന്നാണ്. തന്റെ കലാസൃഷ്ടിയിൽ അവൻ വിശ്വസിക്കുന്ന ഒരാളാണ് നിങ്ങൾ. അത് ചെറിയ കാര്യമല്ല. ഈ പുരുഷന്മാരെക്കുറിച്ച് നിങ്ങൾ ശ്രദ്ധിക്കുന്ന മറ്റൊരു കാര്യം, അവരിൽ പലരും അവിശ്വസനീയമായ വിധം സർഗാത്മകരാണ്. കലാകാരന്മാർ, എഴുത്തുകാർ, പ്രോഗ്രാമർമാർ, സംഗീതജ്ഞർ, ആഴമുള്ള ചിന്തകർ, അവർക്കെല്ലാം പൊതുവായൊരു കാര്യമുണ്ട്. ചിന്തിക്കാൻ അവർക്കിടം ആവശ്യമാണ്. ഏകാന്തത അവർക്ക് ആ ഇടം നൽകുന്നു. ഏറ്റവും മനോഹരമായ ആശയങ്ങൾ നിശബ്ദതയിലാണ് ജനിക്കുന്നത്. ഏറ്റവും ശക്തമായ കണ്ടുപിടുത്തങ്ങളുണ്ടാകുന്നത് നിശബ്ദമായ മനസ്സുകളിൽ നിന്നാണ്. അതിനാൽ ഒരു പുരുഷൻ വീട്ടിൽ താമസിക്കാൻ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ അതിനർത്ഥം അവന്റെ മനസ്സ് അർത്ഥവത്തായ എന്തെങ്കിലും സൃഷ്ടിക്കുന്നതിൽ തിരക്കിലാണ് എന്നാണ്. ബഹളമയമായ ആൾക്കൂട്ടങ്ങളിൽ തനിക്ക് ചെയ്യാൻ കഴിയാത്ത വിധത്തിൽ അവൻ ഭാവി കെട്ടിപ്പടുക്കുന്നു, സങ്കൽപ്പിക്കുന്നു, ആസൂത്രണം ചെയ്യുന്നു, രൂപപ്പെടുത്തുന്നു. ആളുകൾ അപൂർവമായി മാത്രം സംസാരിക്കുന്ന മറ്റൊരു സത്യമുണ്ട്. വീട്ടിൽ താമസിക്കാൻ ഇഷ്ടപ്പെടുന്ന പുരുഷന്മാർ പലപ്പോഴും സമാധാനം ആഗ്രഹിക്കുന്ന സ്ത്രീകളെയും ആകർഷിക്കുന്നു. അവർ കുഴപ്പമുള്ള ഊർജവുമായി പൊരുത്തപ്പെടുന്നില്ല. ഉച്ചത്തിൽ സംസാരിക്കുന്ന, എപ്പോഴും നാടകീയമായ, എപ്പോഴും വാദിക്കുന്ന, എപ്പോഴും ശ്രദ്ധ ആവശ്യമുള്ള ഒരു സ്ത്രീ അവൾക്ക് അവന്റെ ലോകത്ത് സുഖം തോന്നില്ല. അവൾ അവന്റെ നിശബ്ദതയെ അതിജീവിക്കില്ല. എന്നാൽ ശാന്തത, വൈകാരിക സുരക്ഷ, ബഹുമാനം, സൗമ്യത എന്നിവയെ വിലമതിക്കുന്ന ഒരു സ്ത്രീ, അവൾ സ്വാഭാവികമായും അവനിലേക്ക് ആകർഷിക്കപ്പെടും. സമാധാനം ഇഷ്ടപ്പെടുന്ന രണ്ടാളുകൾക്ക് മനോഹരമായി എന്തെങ്കിലും നിർമ്മിക്കാൻ കഴിയുമെന്നതിനാൽ അവൻ അവളിലേക്ക് ആകർഷിക്കപ്പെടും. അതിനാൽ നിങ്ങൾ വീട്ടിൽ താമസിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു പുരുഷനാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരാളെ അറിയാമെങ്കിൽ ഇത് മനസ്സിലാക്കുക. അവൻ വിചിത്രനല്ല, അവൻ വിരസനല്ല, അവൻ സാമൂഹിക വിരുദ്ധനല്ല. അവൻ സ്വന്തം നിബന്ധനകളിൽ ജീവിതം നയിക്കുന്നു. അവൻ തന്റെ സമാധാനം സംരക്ഷിക്കുകയാണ്. അവൻ സുഖം പ്രാപിക്കുകയാണ്. അവൻ വളരുകയാണ്. അവൻ തന്റെ മാനസികാരോഗ്യം തിരഞ്ഞെടുക്കുകയാണ്. അവൻ തന്നെ ഏറ്റവും യഥാർത്ഥമായ ഒരു പതിപ്പായി മാറുകയാണ്. സത്യം പറഞ്ഞാൽ അത് നമ്മൾ ആഘോഷിക്കേണ്ട ഒന്നാണ്, ചോദ്യം ചെയ്യേണ്ട കാര്യമല്ല. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ, അല്ലെങ്കിൽ അത് പ്രസക്തമാണെന്ന് തോന്നിയെങ്കിൽ ആ ലൈക്ക് ബട്ടൺ അമർത്തുക. ഈ സത്യങ്ങളിൽ ഏതെങ്കിലും നിങ്ങളെയോ നിങ്ങൾക്കറിയാവുന്ന ആരെയെങ്കിലെയോ വിവരിച്ചിട്ടുണ്ടോ എന്ന അഭിപ്രായങ്ങളിൽ എന്നോട് പറയൂ. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്തതിൽ കാണാം.